തീവ്ര അഭിനിവേശം എന്ന് പറയുന്നത് എന്താണ്? തീഷ്ണതയാണ്. അപ്പോൾ അറിവിൻ്റെ തലത്തിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ അതിനോട് തീവ്രമായ അഭിനിവേശം ഉണ്ടായി തീഷ്ണത പെരുകും. ഈ തീഷ്ണത എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമുക്ക് തീഷ്ണത ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അപ്പം നമ്മൾ ദൈവത്തോട് സംസാരിക്കണ പോലെ അല്ല, ദൈവം നമ്മോട് സംസാരിക്കണതാണ് ജ്ഞാനമെന്ന് പറയണത്. നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം അറിവും, ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അത് ജ്ഞാനവുമായിട്ട് വരും. ഇപ്പം ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, അതാണ് നമ്മൾ കർത്താവ് പറഞ്ഞ ഒരു വചനം. അത് അറിവാണ്. അത് കേൾക്കുമ്പം ജ്ഞാനവരം ഉള്ളവരെന്ത് തോന്നും? അതുപോലെ ഞാനും ദൈവത്തെ അനാഥമായി വിടരുത്. അതാണ് ജ്ഞാനം. അതാണ് അത് അറിവെന്ന് പറയും. ഞാൻ നിങ്ങളെ ഇപ്പം 14:18 യോഹന്നാൻ്റെ സുവിശേഷം എന്താ പറയണത്? ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങളെ അനാഥമായി വിടുകയില്ല. അത് അറിവാണ്. ഇനി എൻ്റെ ജ്ഞാനം എന്താണ്? അനുഭവജ്ഞാനം എന്താണ്? അറിവിൻ്റെ കൂടെ അനുഭവം കൂടുമ്പോഴാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അതിൻ്റെ അനുഭവജ്ഞാനം എന്താണ്? ഞാനും ദൈവത്തെ അനാഥമായി വിടരുത് എന്തെല്ലാം സംഭവിച്ചാലും. അങ്ങനെ ഞാൻ ദൈവത്തെ അനാഥമായി വിടാതിരിക്കുന്നതിനുള്ള ആത്മീയ നിലവാരത്തിനാണ് എന്തെന്ന് പറയുന്നത്? തീഷ്ണത എന്ന് പറയുന്നത്. പ്രീഡിയ. അത് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും അപ്പുറത്താണ്. തീവ്ര വിശ്വാസമാണ്. എന്താ വെച്ചാൽ ദൈവത്തെ നമ്മൾ അനാഥമായി വിടാതിരിക്കുക. അതിന് തീഷ്ണത എന്നാണ് പറയണത്. നമുക്ക് രോഗം വരാം, കടം വരാം, ജപ്തി നടന്നു പോകും. ചിലപ്പോൾ ജപ്തി നടന്നാലും മകളുടെ കല്യാണം കഴിഞ്ഞില്ലെങ്കിലും എന്ത് പറ്റും? ദൈവത്തെ നമ്മൾ മുറുകെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും. മറിച്ച് അതിനാണ് തീഷ്ണത എന്ന് പറയണത്. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പം എന്ത് പറയും? ഏലിയ പറയും, ജെസബേല് നമ്മുടെ എല്ലാ പ്രവാചകന്മാരെയും കൊന്നു. അഹാബൻ്റെ ജീവിതത്തിന് വേണ്ടി, ജീവന് വേണ്ടി അവൻ കൊലവിളി നടത്തുകയാണ്. എല്ലാവരും പോയി, ഞാൻ മാത്രം അവശേഷിച്ചു. അതാണ് വിഷയം. കയ്യിലുള്ള അപ്പോൾ ഞാൻ നിന്നെക്കുറിച്ചുള്ള തീഷ്ണതയാൽ, അതാണ് തീഷ്ണതയെന്ന് പറയണത്. ദൈവത്തിന് വേണ്ടി വിശ്വാസത്തിൻ്റെ പേരിൽ നമുക്ക് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് പോകുമ്പോൾ we still remain in faith. അതിനാണ് തീഷ്ണത. Take the word of God. Hallelujah. Hallelujah, 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 hallelujah. Hallelujah, hallelujah. Hallelujah, hallelujah. 1 രാജാക്കന്മാർ 19:10. 1 രാജാക്കന്മാർ 19:10. ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. കുറെ അണ്ണന്മാർ ഉടമ്പടി, നിങ്ങളുടെ അയൽവാസികളെല്ലാം ഉടമ്പടി ലംഘിച്ച ആൾക്കാരുണ്ടാവും. പിന്നെ ഉടമ്പടി ഞാൻ 3 തിരി കത്തിച്ചിട്ട് ഒന്നും നടന്നില്ലെന്നും പറഞ്ഞ് ഈ ഗതികിട്ട പ്രേതം പോലെ നടക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അയൽവാസികളുണ്ടാവും. ഇസ്രായേൽ ജനം അവരുടെ ഉടമ്പടി ലംഘിച്ചു. കിടക്കണ്ടില്ലേ? ഇപ്പം നിങ്ങളുടെ നാട്ടിലും വീട്ടിലും സ്വന്തപ്പെട്ടവരും കല്യാണ വീട്ടിലും മരണ വീട്ടിലും ചർച്ച എന്താണ്? ഞാൻ പച്ചത്തിരി പോണം കത്തിച്ചു, ഞാൻ നീലത്തിരി 4 കത്തിച്ചു, ഇപ്പോഴും മകളെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഉണ്ടെന്ന് പറയും. അതാണ് സംഭവം. അതിനർത്ഥം അവർ ഉടമ്പടിയിൽ നിന്ന് മാറിയെന്നാണ് വിചാരിക്കണം. ഇപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ദൈവം ആനക്ക് നമ്മൾ ഉരുള കൊടുക്കണ ഒരു റൊട്ടി വായി വെക്കുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയല്ല. നീ മര്യാദക്ക് ആദ്യം ഉടമ്പടിയിലാകാൻ നോക്ക്. നീ ആദ്യം ദൈവമായിട്ട് ഉടമ്പടിയിലാകാൻ നോക്കൂ. അപ്പോഴും നീ അങ്ങനെയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷ ഉണ്ടാവും. നിൻ്റെ വിശ്വാസത്തെ ദൈവം ടെസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ചിലത് നീണ്ടു പോണത്. ഒന്നൂടെ വായിച്ച ആ ഭാഗങ്ങളെല്ലാം. ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും വാക്കത്തിൽ കൊടുവാളുമായിട്ട് പള്ളിയിൽ പോയി ആൾത്താറ പൊളിക്കേണ്ട കാര്യമില്ല. പക്ഷെ കുർബാനക്ക് പോകത്തില്ല പന്നി. അതാ പ്രശ്നം. അപ്പോൾ ബലിപീഠം തകർന്നില്ലേ? എല്ലാ ദിവസവും പറ്റുമെങ്കിൽ കുർബാനക്ക് പോകണം, ഞായറാഴ്ച കുർബാന മുടക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പക്ഷേ കുർബാനക്ക് പോകത്തില്ല. അതാണ് ബലിപീഠം തകർന്നെന്ന് പറയണം. അവർ നിങ്ങളുടെ ബലിപീഠം തകർക്കും. പറഞ്ഞ വായിച്ചേ.
വന്നിട്ട് അത് തന്നെ വായിച്ച്. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. വാളിനിരയാക്കണമെന്നില്ല, നിങ്ങൾ വെട്ടി കൊടുവാളെടുക്കേണ്ട കാര്യമില്ല, വിചാരത്തെ കരുത്തേക്ക് അറിയാൽ മതി, പണിയാവൂ. കർത്താവിൻ്റെ അഭിഷിക്തന്മാരുടെ മുമ്പിൽ വല്ല ടി വിയിൽ ഇരുന്നുകൊണ്ട് പലിതക്കാത്തമ്മ എന്തെങ്കിലും പറയണമെന്ന് അതിൻ്റെ കൂടെ കുറയും. പല ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും സ്ഥലത്ത് നിന്നുകൊണ്ട് രാഷ്ട്രീയ ചർച്ചയിൽ പള്ളിയെ കുറ്റം പറഞ്ഞാൽ നിങ്ങളും മിണ്ടാതിരിക്കല്ലേ, കൂടിക്കൊടുക്കും. വാളിനിര അവൻ പ്രവാചകന്മാരെ വാളിനിരയാക്കി. സഭയെ നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്ത ആൾക്കാർ, നിങ്ങൾക്കറിയാമോ, ഞാൻ എന്താ വിഷയത്തിൽ ഒരു ലൈഫ് മൊത്തം കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കണം. 40-ാം വർഷമാണ് എൻ്റെ. ഞങ്ങളെപ്പോലെ എത്രയോ മനുഷ്യരാണ് കർത്താവിന് വേണ്ടി വരുന്നത്. അപ്പം അങ്ങനെ രാവും പകലും ഇതെന്തെങ്കിലും സമ്പത്ത് മോചിക്കണം. സമ്പത്തിന് എന്താ ഇവിടെ കുറവ്? ഒന്ന് ഞാൻ നിങ്ങളോട് വല്ല സമ്പത്ത് ചോദിച്ചോ? ഞാൻ നിങ്ങളോട് ആരെങ്കിലും സമ്പത്ത് ചോദിച്ചോ? ഞാൻ ഇവിടെ ശമ്പളം കൈപ്പെടണുണ്ടോ? ഇങ്ങനെ എന്തുമാത്രം സുവിശേഷകരാണ് കർത്താവിൻ്റെ സഭയിൽ ജോലി ചെയ്യണത്. അപ്പം നമ്മളെ സംബന്ധിച്ച് എന്താ ചെയ്യേണ്ടത്? ക്രിസ്തുവിനെ കൈമാറുക. ചില ആൾക്കാരിലൊക്കെ എന്തെങ്കിലും ചില കുഞ്ഞു കാലത്തേക്ക് എന്തെങ്കിലും അവറേഷൻസ് ഉണ്ടാകും, അത് പൊക്കി പിടിച്ചിടക്കേണ്ട കാര്യമില്ല. സത്യസന്ധമായ വിശ്വാസിയാണ് നീയെങ്കിൽ സഭയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി സാക്ഷികൾക്ക് നീ പ്രാർത്ഥിച്ചുകൊണ്ട് തീഷ്ണമായി പ്രാർത്ഥിക്കണം. ആൾക്കാർ ബലിപീഠം തകർക്കും, അഭിഷിക്തരെ വാളിനിരയാക്കും. അപ്പോഴെന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? ഇപ്പം ഏരിയ എന്താ പറയണമെന്ന് നോക്കിയേ. ഏരിയ എന്താ പറയണത്? ഞാൻ മാത്രമേ നീ ചിലപ്പോൾ ഉടമ്പടി നിൻ്റെ ഭാഗത്ത് നിൻ്റെ പ്രദേശത്ത് നീ മാത്രമായിരിക്കും ഇപ്പോഴും കൃപാസനത്തിൽ വരികയും ഉടമ്പടി ജീവിക്കുകയും ചെയ്യുന്നത്. മറ്റുള്ളവരെല്ലാം തൽക്കാലത്തേക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടാൻ വേണ്ടി വന്നിട്ട് അവരത് നടക്കണം, അവരുടെ ഫ്രോഡ് തരം ദൈവം മനസ്സിലാക്കിയപ്പോൾ ആ വാതിലടച്ചപ്പോൾ അവർ പോയി. വൈ വി ഷുഡ് ടേക്ക് ദം ആസ് അവർ മോഡൽ? അവരെന്തിനാണ് നമ്മുടെ മോഡലാക്കണത്? നമ്മളെ മോഡൽ. ഇപ്പം ഏലിയ എന്താ? ഏലിയ ആരെയും മോഡലാക്കിയില്ല. ഏലിയ പറയണത് എന്താണ്? ഞാൻ മാത്രം ഉടമ്പടിയിൽ അവശേഷിച്ച് കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. അതിനാണ് തീഷ്ണത എന്ന് പറയണത്. എല്ലാം ദൈവത്തിനെതിരെ വരികയും വിശ്വാസത്തിനെതിരെ വരികയും വിശ്വാസം വിട്ടുപോവുകയും ചെയ്യുമ്പോൾ, ഭർത്താവ് വിട്ടുപോയി, മകൾ വിട്ടുപോയി, മകൻ വിട്ടുപോയി. അപ്പോൾ ഓരോരുത്തരും വിട്ടുപോകുമ്പോൾ ചിലപ്പോൾ അമ്മ മാത്രം വീട്ടിൽ നിൽക്കും, ഒരു ഏക വ്യക്തിയായിട്ട് വിശ്വാസന്. ചിലപ്പോൾ വീട്ടിലൊരു അമ്മ മാത്രം, ആ വീടിന് ദൈവം തീടാത്തതിൻ്റെ കാരണം നീ ഒറ്റൊരുത്തി ആണ് കാരണം. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ വിശ്വാസം വിട്ടുപോകും. വിശ്വാസം നിലനിൽക്കുക എന്ന് വെച്ചാൽ എൻ്റെ ദൈവദാനമാണത്. അത് ദൈവദാനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവദാനം. അപ്പം ഒരു ഏലിയ എന്താ പറയുക? ഒന്നിന് വായിച്ചത്? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർത്തു. അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. അതിനാണ് തീഷ്ണതയെന്ന് പറയുന്നത്. എല്ലാം വിശ്വാസത്തിന് എല്ലാവരും വിശ്വാസത്തിനെതിരെ നിൽക്കുമ്പോഴും ഞാൻ ഒറ്റ ആളായിട്ട് വിശ്വാസത്തിന് വേണ്ടി പൊരുതുമ്പോൾ അതിനാണ് തീഷ്ണതയെന്ന് പറയുന്നത്. തീഷ്ണതയ്ക്ക് എന്താ സംഭവിക്കുന്നത്? അടുത്ത നമ്മുടെ തീഷ്ണയുടെ പുസ്തകം വായിച്ചേ, ജ്ഞാനം വായിച്ചേ, 6:11 വായിച്ചേ. ശ്രദ്ധിക്കട്ടെ. എന്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ. അവയോട് തീവ്രാഭിനിവേശം കാണിക്കുവിൻ. നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ഈ ജ്ഞാനം എന്ന് പറയുന്നതാണ് ദൈവം പകർന്നു തരുന്ന, ദൈവം ഇങ്ങോട്ട് തരുന്ന അറിവെന്ന് പറയണത്. ദൈവം ഇങ്ങോട്ട്, അതാണ് ഞാൻ നിന്നോട് പറയണത്. ഞാൻ നിങ്ങളെ അനാഥരെ വിടത്തില്ലെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? അത് നമ്മളും ദൈവത്തെ ഏലിയ ദൈവത്തെ അനാഥമായി വിട്ടില്ലല്ല. എല്ലാവരും പിരിഞ്ഞുപോയി, എല്ലാവരും വധിക്കപ്പെട്ടു, ബലിപീഠം തകർന്നു, അഭിഷിക്തർ വാളിനിരയായി. അപ്പോഴെന്ത്? ദൈവത്തെ വിട്ടുപിരിയാതെ ദൈവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഏലിയ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് തീഷ്ണത. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ കിട്ടിയ ഈ അവസരത്തിന് ദൈവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് തോമസ് ജോസഫ്.
ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. റിട്ടയർ ചെയ്ത ശേഷം മകളുടെ കുഞ്ഞിനെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാനും 2020 ഞാൻ UK ഫാമിലി അവിടെ വൈഫും 2015 നേരത്തെ ആ കുഞ്ഞിനെ നോക്കുവാനായിട്ട് പോയിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് UK PR ഒക്കെ കിട്ടി. ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സാമൂഹ്യ ഉപവിപ്രവർത്തനങ്ങളുടെ ഒരുപാട് കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു. പക്ഷേ അന്നെല്ലാം ചെയ്തതെല്ലാം സൽപ്രവൃത്തികൾ മാത്രമായി, ദൈവനാമത്തെ മഹത്വപ്പെടുത്താതെയും ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെയുമാണ് അതെല്ലാം ചെയ്തു കൂട്ടിയത്. അതൊന്നും അതിനുള്ള അറിവൊന്നുമില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ UK എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യസ്തമായ സാഹചര്യമായിരുന്നു. ആത്മീയ ജീവിതം അവിടെ ചെന്നപ്പോൾ എല്ലാ സാഹചര്യങ്ങളും മാറി. ആത്മീയ ജീവിതം വെറും പൂജ്യമായി. അപ്പോഴത്തേക്ക് ദുരിതങ്ങൾ ഓരോന്ന് എൻ്റെ ജീവിതത്തിലേക്ക് മഹാമാരി പോലെ കടന്നു വരാൻ തുടങ്ങി. ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒരു ആക്സിഡൻറ്റ്, അതിൽ സീരിയസായ പരിക്കുകളുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ പറയാൻ ഇപ്പം അവരില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ പറയും. പിന്നെ ഞാനിങ്ങനെ ദുരിതങ്ങളിൽപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപൂർവമായി ചേട്ടനുമായി സംസാരിക്കവേ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുവാനല്ല കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുവാനിടയായി. കാരണം ഞാൻ എറണാകുളത്ത് ജോലി ചെയ്തിരുന്ന 5 വർഷക്കാലം ഇതിൻ്റെ മുമ്പിൽ കൂടെ തലങ്ങും വിലങ്ങും എത്രയോ വർഷം പോയിട്ടുള്ളപ്പോഴൊന്നും ഒരിക്കൽ പോലും ഇവിടെ കയറണമെന്നോ ഇവിടെ കയറി അമ്മയെ കാണണമെന്നോ തോന്നാത്ത എനിക്ക് ചേട്ടൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടിക്കായിട്ട് ശ്രമിച്ചു. 1-ാമത്തെ ദിവസം ശ്രമിച്ചു, നടന്നില്ല. 2-ാം ദിവസം ശ്രമിച്ചു, നടന്നില്ല. 3-ാം ദിവസം, കാരണം ഈ ഓൺലൈനുമായി അത്ര വലിയ പരിചയക്കുറവുള്ളത് കൊണ്ടാണ്, 3-ാം ദിവസം വിജയിച്ചു. അതിൻ്റെ അന്നത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലാണ് ഞാൻ അറിയുന്നത് ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമായിരുന്നു എന്ന്. എനിക്കത് ഭയങ്കരമായ ഒരു ഉത്സാഹവും ഉന്മേഷവും കിട്ടി. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വളരെ സീരിയസായി തുടങ്ങി. ഉടമ്പടിയിൽ ഞാൻ ചോദിച്ചത് എല്ലാം കിട്ടിയില്ലെങ്കിലും ചോദിച്ചതും എനിക്ക് വേണ്ടതെല്ലാം കൂടാതെ എനിക്ക് അർഹതയില്ലാത്തതുപോലും ദൈവം തന്ന് സമൃദ്ധമായി എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള എൻ്റെ സാക്ഷ്യം. എനിക്ക് കഴുത്തിൻ്റെ പുറകിൽ 25 വർഷമായി ഒരു വലിയ തടിപ്പും അതൊരു മുഴ പോലെയായി. അത് ഞാൻ അസ്വസ്ഥതകളൊന്നും വേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ഗവനിച്ചില്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത ശേഷം തൈലവും ഉപ്പും സ്ഥിരമായി ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും വീട്ടിലുള്ളവർക്കും അല്ലാത്തവർക്കും വെളിയിലുള്ള നമ്മുടെ മക്കളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയും തൈലം തേച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാണെന്നോ എപ്പോഴാണെന്നോ എനിക്കറിയത്തില്ല, അത് പൂർണ്ണമായും മാറിക്കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനനം മുതൽ എന്നോട് കൂടെ എൻ്റെ സഹചാരിയായി ഉണ്ടായിരുന്ന എൻ്റെ ഡ്രൈ സ്കിന്നിൻ്റെ അലർജി, അത് എനിക്ക് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പ്രചോദനമനുസരിച്ച് ഒരു തൈലം എനിക്ക് കിട്ടി. തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും തൈലം തേക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഈ ക്രീമും കൂടെ തേച്ച്, അമ്മയുടെ നാമത്തിൽ ആ ക്രീമും കൂടെ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കും അത് 68 വർഷമായ ആ അസ്വസ്ഥത എന്നിൽ നിന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ അത് അമ്മയുടെ ഇടപെടലാണെന്ന് മാത്രമേ എനിക്ക് പറയുവാൻ പറ്റുകയുള്ളൂ. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളുടെ കണക്ക് പറയുമ്പോൾ, എനിക്ക് എറണാകുളത്തൊരു സ്ഥലമുണ്ടായിരുന്നു. അത് വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടതായിരുന്നു. അത് വിൽക്കാനുള്ള ശ്രമങ്ങളൊന്നും നടന്നില്ല. കാരണം അതിനകത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇടിവെട്ടിയേറ്റ് എൻ്റെ തലയിൽ പാമ്പ് കടിയിച്ചെന്ന് പറഞ്ഞാൽ 12 വർഷമായിട്ട് തണ്ണീർത്തട പ്രശ്നത്തിൽപ്പെട്ട് അത് കുരുങ്ങി. അപ്പോൾ പല ഓഫീസുകളും കയറി ഇറങ്ങിയെങ്കിലും ഒന്നും നടക്കുന്നില്ല. അവസാനം ഉടമ്പടി എടുത്ത് 1 മാസം കഴിഞ്ഞപ്പോൾ വേറെ ഫർദർ ഇടപെടലുകളൊന്നുമില്ലാതെ ലെറ്റർ വീട്ടിൽ വരിക, നിങ്ങളുടെ തണ്ണീർത്തട പ്രശ്നത്തിന് പരിഹാരമായി കരഭൂമിയാക്കി തരംമാറ്റം നടത്തിയെന്ന് പറഞ്ഞ് ലെറ്റർ വരുമ്പോഴാണ് അത് അമ്മയുടെ ഇടപെടൽ മാത്രമാണ്, വേറെ അതിനകത്ത് യാതൊന്നുമില്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥലം വാങ്ങിച്ചിട്ട് 22 വർഷം മുമ്പ് വാങ്ങിച്ചിട്ടതാണ്. അന്ന് മുതൽ ഇതിന് അന്ന് ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് മണ്ണ് ഇറക്കി ലെവൽ ചെയ്യണമെന്നും ഫൗണ്ടേഷൻ കെട്ടി തിരിക്കണമെന്നും ഒക്കെ ഉള്ള ആഗ്രഹമുണ്ടായിരുന്നു.
അവിടെ ഇത്തിരി അതിർത്തി തർക്കവും പ്രശ്നങ്ങളും കാരണം അതിനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. എന്തായാലും ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി. അത് ഞാൻ അങ്ങനെ എൻ്റെ മകൻ്റെ ഒരു ഫാദറിനെ ഇടപെടുത്തി അയാളൊരു ബ്രോക്കർ ഒരു കോൺട്രാക്ടറോട് സംസാരിച്ച് പ്രശ്നമെല്ലാം സെറ്റിൽ ചെയ്തതനുസരിച്ച് ഞാൻ നാട്ടിൽ ചെന്നു. ഞാൻ വിചാരിച്ച ഒരു 10-25 ലോഡ് മണ്ണിറക്കുമ്പോൾ അതിൻ്റെ പ്രശ്നം തീരുമെന്ന്. പക്ഷേ ഒരു സിനിമാ സ്റ്റൈലിൽ അത് എന്താ പറയുക, ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടക്കുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് 86 ലോഡ് മണ്ണിറക്കി. അതേ ദിവസം തന്നെ അത് ലെവൽ ചെയ്യാനും തുടങ്ങി. 2-ാം ദിവസം ലെവൽ ചെയ്ത് തീർത്ത് 3-ാം ദിവസം വാനം മാന്തി ഫൗണ്ടേഷൻ കെട്ടി ഗേറ്റും വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോരുകയാണ്. അപ്പോൾ അത് പിന്നെ അതിൻ്റെ കൂടെ പറയാനുള്ളത് അതെങ്ങനെ സാധിച്ചുവെന്ന് എനിക്ക് പോലും അറിയാൻ വയ്യ. കാരണം എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല. അന്ന് അവിടെ അപ്രതീക്ഷിതമായി 2 പേര് അവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ മകൻ്റെ സുഹൃത്തിൻ്റെ അപ്പനും അതുപോലെ തന്നെ ഈ കോൺട്രാക്ടർ ഒരു മില്യണയർ. അയാൾ അവിടെ ഒരിടത്തും സ്ഥലത്തൊന്നും പോകാത്തയാളാണ്. പക്ഷേ അന്ന് ലോറി വന്ന ആദ്യത്തെ 8 മണിക്ക് തന്നെ ഇയാളും അവിടെ, ഇവർ 2 പേരും അവിടെ എത്തി. 3 ദിവസവും ഇവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യം തന്നെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കി തന്നു. അവരെനിക്ക് വേണ്ടി വക്കാലത്ത് ചെയ്ത് അമ്മയുടെ ഏജൻ്റായി നിന്നുകൊണ്ട് അവർ അതെല്ലാം പരിഹരിച്ച് എനിക്കധികം എഫർട്ടൊന്നും എടുക്കേണ്ടി വന്നില്ല, അധികമൊന്നും സംസാരിക്കേണ്ടതായും വന്നില്ല. പക്ഷേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ വന്നവരെല്ലാം തിരികെ പോയി. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു അത്ഭുതമായി എൻ്റെ ജീവിതത്തിൽ അത് നിലകൊള്ളുകയാണ് ഇപ്പോഴും. അതുപോലെ തന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അവർക്കാർക്കും അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചോദിക്കുന്നു. പക്ഷേ എനിക്ക് അറിയാവുള്ളൂ, നമുക്കല്ലേ അറിയാവുള്ളൂ പരിശുദ്ധ അമ്മ ഇടപെട്ടതാണെന്നും അമ്മയുടെ സാന്നിധ്യമായിരുന്നു അതെന്നും അതെനിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ അതാണ് ആ വലിയ ഒരു സാക്ഷ്യം എനിക്ക് പറയുവാനുള്ളത്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് എൻ്റെ ഉടമ്പടി കാശ് രൂപം ഞാൻ നാട്ടിലായിരുന്നപ്പോൾ അത് യാത്രക്കിടയിൽ നഷ്ടപ്പെട്ടൊരു മാർക്കറ്റിൽ വെച്ച് പൈസ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോഴാണ് പേഴ്സ് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ അതിനകത്ത് പ്രാധാന്യമെന്ന് പറയുന്നത് ഉടമ്പടി കാശ് രൂപം അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. വിലമതിക്കാനാവാത്ത കാശ് രൂപം അത് നമ്മുടെ ഉടമ്പടിയുടെ ആധാരമാണെന്നൊക്കെ അച്ഛൻ പറയുന്നത് എനിക്ക് വളരെ ബോധ്യമുണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയതിൽ ഞാൻ അമ്മയോട് പ്രത്യേകം കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത് സൂക്ഷ്മമെന്ന് പറയട്ടെ, 5 ദിവസമായപ്പോൾ ഒരാൾ എന്നെ അവിചാരിതമായി ഫോൺ ചെയ്യുന്നു. ഞാൻ അന്ന് ഡോക്ടറെ കാണാൻ പോയതായിരുന്നു. ഒരു ഡോക്ടറെ കണ്ട ആ ഡോക്ടറുടെ ഫോൺ നമ്പർ ആ പേഴ്സിലുണ്ടായിരുന്നു. ആ പേഴ്സ് വെച്ച് ട്രേസ് ചെയ്തിട്ടാണ് അയാൾ എന്നെ വിളിക്കുന്നത്. അങ്ങനെ അയാൾ വിളിച്ചു, ഇങ്ങനെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ അതിലെ അത്ഭുതമെന്ന് പറയുന്ന അമ്മയുടെ ഇടപെടലെന്ന് പറയണത്, അത് എടുത്തയാൾ ആ മാർക്കറ്റിലെ ഒരു തൂപ്പുകാരൻ, പാവപ്പെട്ടവൻ, അവനെന്തോ അമ്മ ബുദ്ധി തോന്നിച്ച് അതിനകത്ത് കുറച്ച് പൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, ATM കാർഡും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അവന് വേണമെങ്കിൽ എടുക്കാമായിരുന്നു. അവനൊന്നും എടുത്തില്ല. അവൻ്റെ ഒരു സുഹൃത്തിനെ അതുപോലെ ഏൽപ്പിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ സുഹൃത്താണ് എന്നെ വിളിക്കുന്നത്. പറഞ്ഞു വന്നപ്പോൾ ഇവർ 2 പേരും എൻ്റെ വീടിനോട്, കൊല്ലത്ത് ഞാൻ താമസിക്കുന്ന വീടിനോട് അധികം ദൂരമല്ലാത്ത ഒരു സ്ഥലത്ത് താമസിക്കുന്നവരും എന്നെ നേരിട്ട് കണ്ടാലറിയാവുന്നവരുമായിരുന്നു എന്ന് ബോധ്യമായി. അതൊരു ഭയങ്കരമായ അത്ഭുത അമ്മയുടെ ഇടപെടലാണ് എന്നല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. അത് പിന്നെ ഞാനിപ്പോൾ UK 2020 UK പോയത്. എനിക്ക് മുൻപേ അവിടെ ഉണ്ടായിരുന്നവരും അവിടെ ജോലി ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് PR ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് കിട്ടാതിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഒരുപാട് പേരൊന്നും ഇല്ല, 3-4 പേരെ എനിക്കറിയാം. അങ്ങനെ പക്ഷേ അവരുടെ കൂട്ടത്തിൽ 2020 ചെന്ന് പ്രത്യേകിച്ച് പിന്നെ രേഖകളൊന്നും ഇല്ലാതെ തന്നെ നോർമൽ കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ ആപ്ലിക്കേഷൻ കൊടുത്ത് കറക്റ്റ് 5 വർഷം തികയുന്ന അടുത്ത മാസം തന്നെ എനിക്ക് PR കിട്ടി. അത് അമ്മയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ദീർഘമായി വിശ്വസിക്കുകയാണ്. പിന്നെ എനിക്ക് ഞാൻ നാട്ടിൽ നിന്ന് 20 പോയതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ബാങ്കിലെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇൻകം ടാക്സിൽ നിന്ന് ഡൽഹി ഓഫീസിൽ നിന്നൊരു സ്ട്രോങ് ലെറ്റർ വന്നു. ഒരു വലിയ തുക ഒന്നിച്ച് അടയ്ക്കണമെന്നും ഫൈനായിട്ട് അടയ്ക്കണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ടാക്സ് റിട്ടേണൊന്നും 4-5 വർഷമായി ഫയൽ ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കണ്ടു. അയാൾ അത് പുട്ടപ്പ് ചെയ്തു, ആപ്ലിക്കേഷൻ അയച്ചു. എന്തായാലും അമ്മ ഇടപെട്ടു എന്ന് പറയട്ടെ. എനിക്ക് ഒരു ഫൈനും അടയ്ക്കേണ്ടി വന്നില്ല എന്ന് മാത്രമല്ല, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച ആ തുകകളെല്ലാം അതുപോലെ എനിക്ക് റീഫണ്ട് ചെയ്ത് തിരിച്ചു കിട്ടി എന്നുള്ളതാണ്
അതും അമ്മയുടെ ശക്തമായ ഇടപെടലാണ് എന്നെനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. ആത്മീയ ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പത്രങ്ങൾ അവിടെ കൊടുക്കാനുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടിട്ട് നാട്ടിൽ വരുമ്പോഴാണ് പത്രം കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇവിടെ 4 വട്ടം വന്നു. 4 വട്ടമായിട്ട് 12 കെട്ട് പത്രം കിട്ടി. പിന്നെ കുരിശടിയിൽ ഇരുന്ന ഒരു 3 കെട്ട് പത്രവും കൂടെ കൂടി 15 കെട്ട് പത്രം മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സന്ദർശനങ്ങളുടെ കാര്യത്തിലും അവിടെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് നാട്ടിൽ വരുമ്പോഴാണ് സന്ദർശനം നടത്താറുള്ളത്. ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത കാര്യം അത് പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് പുതുക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു ഭയങ്കരമായ ഉൾപ്രേരണ ഉണ്ടായി. തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ എന്നെ ആരോ തള്ളുന്നത് പോലെ എനിക്ക് തോന്നി. അത് അമ്മ തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ വന്നു. ഒരു ഒറ്റയാഴ്ച കൊണ്ട് പ്ലാൻ ചെയ്ത് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പത്രവും എറണാകുളത്ത് കൊണ്ട് കൊടുത്ത് തിരികെ വണ്ടി കയറി. അതിനുശേഷം 2024 ഞാനും എൻ്റെ ഭാര്യയും മക്കളുമായി വന്ന് 5 പേരും കൂടി ഇവിടെ വന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു പോയി. അതിനുശേഷം 2025 തന്നെ വീണ്ടും ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ വന്ന് അച്ഛനെ കണ്ടും നേരത്തെ അച്ഛനെ വന്ന് മോൾക്ക് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പോഴും അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടാണ് പോയത്. അങ്ങനെ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങിൻ്റെ ഈ വസ്തുവിൻ്റെ കാര്യത്തിൽ അച്ഛൻ്റെ ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ തന്ന കാശുരൂപവും ഉപ്പും കൊണ്ട് അവിടെയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ പറഞ്ഞ അത്ഭുതങ്ങളെല്ലാം അവിടെ നടന്നത്. അതായത് തണ്ണീർത്തട പ്രശ്നത്തിൻ്റെ പരിഹാരവും പിന്നെ ലെവലിങ്ങിൻ്റെയും ഫൗണ്ടേഷൻ കെട്ടുന്നതിൻ്റെയൊക്കെ പരിഹാരം ഉണ്ടായത് അതാണ്. അല്ലാതെ അതിനു മുമ്പ് എനിക്കത് ചെയ്യണമെന്ന് ഭയമായിരുന്നു. അതിന് ശേഷമാണ് അതിനുള്ള ധൈര്യമെല്ലാം എനിക്ക് കിട്ടിയത്. പിന്നെ സന്ദർശനങ്ങൾ ഇവിടെ വരുമ്പോഴാണ് ചെയ്യുന്നത്. കഴിവതും രോഗികളെയൊക്കെ പണ്ട് ഞാൻ ഇഷ്ടം പോലെ ചെയ്തുകൊണ്ടിരുന്നതാണ്. എൻ്റെ ഒരു ദിനചര്യ തന്നെയായിരുന്നു അത്. അതുപോലെ ഇപ്പോഴും ഇവിടെ വരുമ്പോഴും കഴിയുന്നിടത്തോളം സന്ദർശനങ്ങൾ നടത്താറുണ്ട്. കുടുംബ പ്രാർത്ഥനകളിൽ വളരെ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇടവേളകളിൽ ജപമാല ചെല്ലാറുണ്ട്. ഒരു യാത്ര കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ പോവുകയും തിരികെ വരികയും ചെയ്യുന്ന സമയത്ത് യാത്രാവേളകൾ ജപമാല ചെല്ലാറുണ്ട്. ദിവസം ആവറേജ് 3-4 ജപമാല സമയം പോലെ ചെല്ലാൻ അവസരം കിട്ടുന്നുണ്ട്. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രഭാത പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ പേഴ്സണലായിട്ടൊരു 3/4 മണിക്കൂർ പ്രെയർ ഉണ്ടാവും. ഇതെല്ലാം മുടങ്ങാതെ നടക്കുന്നുണ്ട്. ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനം ഒന്നുപോലും മുടങ്ങാതെ തിങ്കൾ ശനി ധ്യാനങ്ങളും മറ്റെല്ലാ ദിവസങ്ങളിലെ ആരാധന അച്ഛൻ്റെ പ്രസംഗവും ഒന്നും പോലും മുടക്കാതെ ഇത്രയും കാലം ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബൈബിള് നിർബന്ധമായും 1/2 മണിക്കൂർ വായിക്കാറുണ്ട്. ഒരു ദിവസം ഫാസ്റ്റ് ചെയ്യണമെന്നതിന് ഒരു നേരത്തെ ആഹാരം വർജിക്കുന്നതിന് പോലെ എല്ലാ ദിവസവും ഞാനും ഭാര്യയും 7 ദിവസവും ഫാസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഗലാത്യ 5:19 പ്രകാരം ജീവിതത്തിൽ ക്രമീകരണങ്ങൾ വരുത്തുവാനായി അവന് വഴിയൊരുക്കുവാൻ എൻ്റെ വഴികൾ നേരെയാക്കുകയും വെട്ടിച്ചുരുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എൻ്റെ പുറംകുപ്പായം ഞാൻ ഊരി കഴുകി വെടിപ്പാക്കി വിവാഹ വസ്ത്രം തയ്യാറാക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഒരിക്കലും ഭയങ്കരമായ 2 ദർശനമുണ്ടായി. അതായത് ഒരു റീവാലുവേഷൻ എക്സാം നടത്തിയതും അതുപോലെ തന്നെ പിന്നെ ഉന്നതനായ ഒരാൾ വന്ന് എൻ്റെ ഫയലുകളെല്ലാം പോക്കുവരവ് ചെയ്യുന്നതായിട്ടും ഉണ്ടായി. എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി അച്ഛൻ്റെ റൈറ്റ് ഓഫ് ആൻഡ് റീഫണ്ട് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ച് അച്ഛൻ പ്രസംഗിക്കവേ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17:30 അജ്ഞതയുടെ കാലം ദൈവം കണക്കിലെടുക്കുന്നില്ല എന്നും യേശയ്യ 43:18 കഴിഞ്ഞതെല്ലാം മറന്നേക്കും, ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ ജോയൽ 2:14 ഞാൻ ഭൂമിയിൽ സമൃദ്ധമായി മഴ പെയ്യ്ക്കും, നിൻ്റെ മെതിക്കളത്തിൽ ധാന്യങ്ങൾ നിറയും, നിൻ്റെ ചക്കിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും, നിൻ്റെ ദേശം ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്ന് പറയുന്ന ആ ഭാഗം അതെല്ലാം കൂടെ കൂട്ടി വായിച്ചു. അച്ഛൻ അതോടെ കൂട്ടിച്ചേർത്ത് ഉടമ്പടി പാപത്തെ ഫോക്കസ് ചെയ്യുന്നില്ല, അനുതാപത്തെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഉന്മേഷമായി. 23 വർഷക്കാലം ഞാൻ സൽപ്രവർത്തികളുടെ പേരിൽ ചെയ്തു കൂട്ടിയ ദൈവവേലയുടെ നഷ്ടപ്പെടുത്തിക്കളഞ്ഞ ദൈവകൃപ കരുണാമയനായ ദൈവം എനിക്ക് തിരികെ തരുമല്ലോ എന്നുള്ളൊരു ഉണർത്തുപാട്ട് എനിക്കുണ്ടായി. അത് എൻ്റെ ജീവിതത്തിൽ ആകെപ്പാടെ വല്ലാത്തൊരു കോളിളക്കമുണ്ടാക്കി. അത് അനുതാപത്തിലേക്ക് നയിച്ചു.
ഹോസിയ പ്രവാചകൻ 11:3 പ്രകാരവും നഷ്ടപ്പെട്ടു പോയ ആടിനെ തോളേറ്റി വരുന്ന ഇടയൻ്റെ ചിത്രവും ധൂർത്തപുത്രനെ സ്വീകരിക്കുവാൻ കൊഴുത്ത കാളയെ കൊന്ന് വിരുന്നൊരുക്കിയ സ്നേഹപിതാവിൻ്റെ ചിത്രവും 1:99 വലുതാണെന്ന് പഠിപ്പിക്കുന്ന തച്ചൻ്റെ ശാസ്ത്രവും എല്ലാം കൂടി ചേർത്ത് വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ കണ്ണുകളെ വല്ലാതെ ഈർന്നണിഞ്ഞു. അത് എന്നെ ഭയങ്കരമായ ഭാവിയിലേക്ക് നടത്തി. അതുപോലെ തന്നെ എൻ്റെ വചനത്തിൽ എനിക്ക് പ്രചോദനം നൽകിക്കൊണ്ട് അച്ഛൻ ഡോക്ടർ VP ജോസഫ് ആയതുകൊണ്ടായിരിക്കും ഈ ഭയങ്കരമായ ശക്തമായ ആൻറ്റിബയോട്ടിക്സ് പ്രയോഗിക്കാറുണ്ട്. അത് ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. അതുപോലെ തന്നെ കഷ്ടതകൾ നിസ്സാരമാണ്. എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. കൃപ പേയ്മെൻറ്റ് സീറ്റാണ്. ബൈബിൾ വെറുതെ വായിക്കാനുള്ളതല്ല. ഉടമ്പടി ഭാഷയിൽ സമയമായില്ല എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. ഇങ്ങനെ ചില ആൻറ്റിബയോട്ടിക് പ്രയോഗങ്ങൾ ഏത് ഉടമ്പടി എടുത്ത് ലാഗ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രചോദനകരമാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാര്യം. പിന്നെ കാരുണ്യ പ്രവർത്തികളിലേക്ക് വരുമ്പോൾ 28 വർഷമായി ഞാൻ പ്രവർത്തിച്ചിരുന്ന സംഘടന വഴി നാട്ടിൽ എന്നാൽ കഴിയുന്ന ഒരു വലിയ തുക സംഭാവനയായി എല്ലാ മാസവും നൽകാറുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. സ്പെഷ്യലായിട്ട് അതുകൂടാതെ റിക്വസ്റ്റുകൾ ഒരുപാട് വരാറുണ്ട്. പല ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് അത് അർഹതമായ പരിഗണനയിൽ കൈകാര്യം ചെയ്യാറുണ്ട്. കൂടാതെ മാസം തോറും വിദ്യാഭ്യാസ സഹായമായും മരുന്നിനും കാര്യങ്ങൾക്കുമായും ഒക്കെ പല ആവശ്യങ്ങളും അറിഞ്ഞ് കഴിയുന്ന ഏറ്റവും വലിയ സഹായം ചെയ്ത് അവരെ സഹായിക്കുന്ന ഒരിതുണ്ട്. അതിലേറ്റവും എടുത്തു പറയാനുള്ളത്, ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമുണ്ട്. അത് 20 വർഷം കഴിഞ്ഞു. അപ്പോൾ 20 വർഷം അതിൻ്റെ ജീർണാവസ്ഥയിൽ അത് റിപ്പയർ ചെയ്യാൻ അവർക്ക് നിവൃത്തിയില്ലാതെ അവസരം എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനത് എൻ്റെ സുഹൃത്തുക്കൾ വഴിയും എൻ്റെ ബന്ധുക്കളും ഞാനും എൻ്റെ വീട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും പിന്നെ അമേരിക്കയിലും ഗൾഫിലും ഒക്കെയുള്ള വളരെയൊക്കെ സമാഹരിച്ച് ഒരു 15 ലക്ഷം രൂപ സമാഹരിച്ച് നാട്ടിൽ കൊടുത്തു. അത് റിപ്പയർ ചെയ്തു. അതുമാത്രമല്ല, അവിടെ പരിശുദ്ധ അമ്മയുടെ ഒരു ഗ്രോട്ടോ സ്ഥാപിക്കാനുള്ള ദൈവാനുഗ്രഹവും കിട്ടി. അത് പിതാവ് വന്ന് വെഞ്ചരിച്ച് അവർക്ക് തുറന്നു കൊടുത്തു. അതിൻ്റെ അത് അവിടെ താമസിക്കുന്നവർക്കും വെളിയിൽ നിന്നൊക്കെ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്, അമ്മയെ വണങ്ങാൻ വരുന്നുണ്ട്. അവരുടെ എല്ലാം ഹൃദയങ്ങളിൽ അമ്മ ഈശോയ്ക്ക് ജന്മം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റാലി 2023 റാലിക്ക് വരണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. റാലിക്ക് വരാനായിട്ട് ഞാൻ തയ്യാറെടുത്തു. നടക്കുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും അപ്രതീക്ഷിതമായി എനിക്ക് അതിനുള്ള അവസരം ഒത്തുകിട്ടി. ഞാൻ നാട്ടിൽ ഇവിടെ വന്ന് റാലിയിൽ പങ്കെടുത്ത് ഞാൻ മാത്രമല്ല ഇടവകയിൽ ചെന്ന് അവിടെയുള്ള 25 പേരെ കൂടി സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞാൻ റാലിക്ക് വന്നത്. 2024 എനിക്ക് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ അന്ന് സാധിച്ചില്ല. കാരണം അന്ന് അതുകൊണ്ടിട്ട് ബസ്സിൽ ആൾക്കാരെ അറേഞ്ച് ചെയ്ത് ഇടവകയിൽ നിന്ന് 25 പേര് അവിടുന്ന് അറേഞ്ച് ചെയ്ത് ഒരു ലീഡറുടെ നേതൃത്വത്തിൽ വന്നുപോയി. എല്ലാ വർഷവും ഇതുപോലെ അവരിപ്പം കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. അതുകൊണ്ട് വലിയ ബസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തു കൊടുക്കാൻ ഞാൻ സദാ സന്നദ്ധനാണ്. അങ്ങനെയുള്ള അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു വലിയ പ്രേക്ഷിത വേല, അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു പ്രേക്ഷിത വേലയായി ഞാനതിനെ മനസ്സിലാക്കി അത് അമ്മയുടെ മഹത്വത്തിനും സ്തുതിക്കുമായി ഞാനത് സമർപ്പിക്കുകയാണ്. ആത്മീയ ജീവിതം പറയാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞല്ലോ, കുർബാന എല്ലാ ഞായറാഴ്ചയും മാത്രമേ ഞങ്ങളുടെ ഇടവകയിൽ ഒരു മിഷൻ പള്ളിയാണ്. അവിടെ ഞായറാഴ്ച മാത്രമേ കുർബാനയ്ക്ക് കാണാനുള്ള അവസരമുള്ളൂ. കുമ്പസാരവും അതുപോലെ തന്നെ സൗകര്യമായ ഇടവേളകളിൽ കഴിവതും നേരത്തെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഇടവേളകളിൽ കുമ്പസാരവും നടത്താറുണ്ട്. അധരങ്ങളിൽ അഭിഷേകമായി കിട്ടിയ അലിവിൻ്റെ സങ്കീർത്തനം സ്തോത്രഗീതമാക്കി അവൻ തെളിച്ച ഒറ്റയടി പാതയിലൂടെ നിയോഗങ്ങളില്ലാത്ത ഒരു ജീവിത രീതിയിലൂടെ അവൻ്റെ മല കയറുവാനും അങ്ങനെ ശിമയോനെ പോലെ രക്ഷ കണ്ടെത്തി സമാധാനത്തിൽ യാത്രയാകുവാനുള്ള വലിയ കൃപയ്ക്കായി യാചിച്ചുകൊണ്ട് എൻ്റെ ഉടമ്പടി ഞാൻ സമാപിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒപ്പം ഇതിൻ്റെ എല്ലാം കാരണഭൂതനും വിശുദ്ധനും പ്രവാചകനുമായ ജോസഫ് അച്ഛനും പ്രത്യേകം 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.